കാസർഗോഡ് കാഞ്ഞങ്ങാട് ഇരുചക്ര വാഹനത്തിലെത്തിയ സംഘം ഇരുചക്ര വാഹനത്തിൽ യാത്ര ചെയ്യുകയായിരുന്ന യുവതിയെ തടഞ്ഞു നിർത്തി സ്വർണ്ണമാല കവർന്നു. 3 പവൻ തൂക്കമുള്ള താലിമാലയാണ് തട്ടിയെടുത്തത്. ഒരാഴ്ചക്കിടെ സമാന രീതിയിൽ രണ്ടാമത്തെ കവർച്ചയാണ് നടക്കുന്നത്. സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരിയായ മാവുങ്കൽ നെല്ലിത്തറയിൽ സിന്ധുവിന്റെ സ്വർണ്ണമാലയാണ് രണ്ടംഗ സംഘം കവർന്നത്. യുവതി കാഞ്ഞങ്ങാട് നിന്നും ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെയായിരുന്നു കവർച്ച. പുലയനടുക്കത്ത് വെച്ച് യുവതി സഞ്ചരിച്ച സ്കൂട്ടറിന് കുറുകെ ബൈക്ക് നിർത്തിയിട്ട ശേഷം ബൈക്കിന്റെ പിന്നിലിരുന്നയാൾ ഇറങ്ങി വന്ന് സ്കൂട്ടർ തള്ളിയിട്ട് താഴെ വീണ സിന്ധുവിന്റെ മാല പൊട്ടിക്കുകയായിരുന്നു. 3 പവൻ തൂക്കം വരുന്ന താലിമാലയാണ് മോഷ്ടിച്ചത്. വെള്ള നിറത്തിലുള്ള പഴയ മോഡൽ സ്കൂട്ടറിലാണ് രണ്ടംഗ സംഘം എത്തിയത്. ഇരുവരും ഹെൽമറ്റ് ധരിച്ചിരുന്നു. മോഷ്ടാക്കളുടെ ദൃശ്യങ്ങൾ സമീപത്തുള്ള ഒരു വീട്ടിലെ CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. എസ്ദുർഗ പോലീസ് കേസെടുത്ത് പ്രതികൾക്കായി അന്വേഷണം ആരംഭിച്ചു. പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. ഒരാഴ്ച മുൻപ് ഉപ്പള മണിമുണ്ടയിൽ ശാരദനഗറിലെ മത്സ്യവിൽപ്പനക്കാരിയായ ഗംഗയുടെ കഴുത്തിൽ കത്തിവെച്ച് ഭീഷണിപ്പെടുത്തി അരപ്പവൻ വരുന്ന സ്വർണ്ണക്കമ്മൽ കവർന്നിരുന്നു. സംഭവത്തിൽ ഇതുവരെ പ്രതികളെ പിടികൂടാനായിട്ടില്ല. ഒസങ്കടിയിൽ സമാനമായ രീതിയിൽ യുവതിയുടെ സ്വർണ്ണമാല കവർന്ന കേസിൽ രണ്ടംഗ മോഷണ സംഘത്തിൽ ഒരാളായ ബംബ്രാണ സ്വദേശി സന്ദീപിനെ മഞ്ചേശ്വരം പോലീസിന്റെ പിടികൂടിയിരുന്നു. കൈരളി ന്യൂസ്, കാസർഗോഡ്.